കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗ്രീറ്റിംഗ്സ് ടു യു ഓൾ ഇൻ ദ മാച്ച്ലെസ് നെയിം ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ഈ രാത്രിയിൽ ദൈവവചനം പഠിക്കുവാൻ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. We have been for the past few weeks studying from the initial introductory part of the epistle of Romans, and we have mentioned time and time again that this is one of the most beautiful and extensive treatise on the gospel of God. പോളിന് ദൈവം നൽകിയ ആ റെവലേഷൻ അനുസരിച്ച് സുവിശേഷത്തിൻ്റെ ഏറ്റവും ബൃഹത്താകുന്ന വിശദീകരണമാണ് റോമാലേഖനം എന്ന് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിഞ്ഞു. And in the first chapter, verses 16 and 17, Paul described what the gospel does and why the gospel is necessary in the following verses. സുവിശേഷം എന്താണ് ചെയ്യുന്നത്, സുവിശേഷത്തിൻ്റെ ശക്തി എന്ത്, സുവിശേഷത്തെക്കുറിച്ച് തനിക്ക് ലജ്ജയില്ല എന്ന് പറയുവാൻ ഉള്ള കാരണമെന്ത്, why Paul tells us that he is not ashamed of the gospel. He says, because it is the power of God unto salvation to the Jew or the Gentile. Anyone who believes, it is the power of God unto salvation. And when you further question that verse, when you interrogate that verse, we see why it is the power of God. In verse 17, Paul says, because it is powerful enough to save any vilest offender who truly believes. It is so powerful because in the gospel, it is not man's works or man's righteousness that counts. Rather, it is God's righteousness revealed in the gospel. And that righteousness is free for anybody who believes. As Fanny J. Crosby has rightly put it, the vilest offender who truly believes, that moment from Jesus, a pardon receives. അതാണ് സുവിശേഷത്തിൻ്റെ ശക്തി. അപ്പോൾ that is the most succinct statement of the gospel of God. ഏറ്റവും സംക്ഷിപ്തവും മനോഹരവുമാകുന്ന ഒരു വിശദീകരണമാണ് സുവിശേഷത്തെക്കുറിച്ച് പോൾ നൽകുന്നത്. സുവിശേഷത്തിൽ മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ടല്ല, ദൈവത്തിൻ്റെ നീതിയാൽ അത് വിശ്വസിക്കുന്ന എല്ലാവർക്കും, യവനനാകട്ടെ യഹൂദനാകട്ടെ, യാതൊരു വ്യത്യാസവും ഇല്ലാതെ ദൈവത്തിൻ്റെ നീതി സുവിശേഷത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നത്. ഓക്കെ, having described what gospel is all about and why it is powerful, Paul says why it is necessary that God should give us his gospel in the first place. Why God should give us his righteousness. Why God should reveal his righteousness in his gospel, or why should God contain that righteousness in that gospel. Paul says the reason is because God's wrath is being revealed against all ungodliness and unrighteousness of human. അത് പറയുമ്പോൾ ഒന്നാമത്തെ അധ്യായത്തിൽ ആ കാര്യം വിശദീകരിച്ച്, രണ്ടാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് മനുഷ്യൻ്റെ അഭക്തിക്കും അനീതിക്കും നേരെ വെളിപ്പെടുന്നത് കൊണ്ടാണ് ദൈവത്തിൻ്റെ സുവിശേഷം അവിടുന്ന് റിവീൽ ചെയ്യുന്നത്. എന്നിട്ട്
ദൈവത്തിൻ്റെ കോപത്തിൻ്റെ സവിശേഷത എന്തെന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ പറഞ്ഞു. ഞാൻ അനവധി പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കത് ആവർത്തന വിരസതയാണെന്ന് എനിക്കറിയാം, എങ്കിലും അതൊരിക്കലും മറക്കരുത്. ദൈവത്തിൻ്റെ കോപം എന്നുള്ളത് വേദപുസ്തകത്തിൽ പല നിലകളിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ കോപ ദിവസം വന്നുവല്ലോ, മഹാകോപ ദിവസം, എ ഡേ ഓഫ് ഗ്രേറ്റ് റാത്ത് ഓഫ് ഗോഡ്, എ റാത്ത്, the day of God's wrath. അത് വരുന്നേ ഉള്ളൂ. That wrath, that judgment, that pouring out of God's righteous wrath on all human beings who have not in Christ, ക്രിസ്തുവിലല്ലാത്ത സകലരുടെ മേലും ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. എന്നാൽ even now Paul says God's wrath is being revealed. How? In the sinful behavior of human. ഇപ്പം തന്നെ ദൈവത്തിൻ്റെ കോപം വരാൻ പോകുന്നേ ഉള്ളൂ. ഒരു കോപ ദിവസം ഉണ്ട്. എന്നാൽ മുൻപേ ഇപ്പം തന്നെ മനുഷ്യൻ്റെ പെരുമാറ്റം കൊണ്ട് ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ താഴോട്ട് വായിക്കുന്നത്, ഗോഡ് ഗേവ് ദം ഓവർ. ദൈവം അവരെ കൈവിട്ടു, ദൈവം അതിനുവേണ്ടി അവരെ വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞാൽ, സാധാരണ പറയുന്നത് പോലെ പോയാലേ എന്നാ അടിച്ചതുപോലെ പോയില്ലെങ്കിൽ പോകുന്ന വഴി അടിക്കുക. ദാറ്റ് ഈസ് ഗോഡ്സ് വേ ഓഫ് റിവീലിംഗ് ഹിസ് റാത്ത്. അപ്പോൾ വെൻ യു ലുക്ക് അറൗണ്ട്, ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈവൻ ഫ്രം ദാറ്റ് ടൈം ഓൺവേർഡ്സ്, പോൾ എഴുതുമ്പോൾ അല്ല അതിനു മുൻപ് തൊട്ട് തന്നെ ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുന്നു. അങ്ങനെ വെളിപ്പെടുന്നത് കൊണ്ട് ഈ 2-ാമത്തെ അധ്യായം വളരെ പ്രസക്തമാണ്. ആ 2-ാമത്തെ അധ്യായം എന്നുള്ളത് പ്രാഥമികമായിട്ട് വരാൻ പോകുന്ന ദൈവകോപം. അപ്പം ഇന്ന് ദൈവകോപത്തിൽ ആകാത്ത നല്ല മനുഷ്യരും, Paul says, today in the sinful behavior of humans, God's wrath is being revealed. But there will come a day when God's wrath will be revealed fully. God will pour out his judgment on people who have never ever obeyed or put their faith in the Lord, and how that judgment will fall upon everyone. That's what Paul is explaining here. That is the connection between the first chapter and the second chapter. Okay, ആ വാക്കുകളെല്ലാം തന്നെ അതുകൊണ്ട്, ഫോർ, ബിക്കോസ് എന്നൊക്കെ പറയുന്ന ആ കണക്റ്റിംഗ് വേർഡ് കൊണ്ട് അത് പറഞ്ഞേക്കുക. അപ്പോൾ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ Paul right away, in the second chapter, Paul right away, he is talking about the judgment. Number one, he talked about human judgment, which is faulty in every count. ആദ്യം പറയുക. അപ്പോൾ ആദ്യം ദൈവകോപം പ്രവൃത്തികളിൽ വെളിപ്പെടുന്ന അവരുടെ ആ പ്രവൃത്തിയെ വിധിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല, ഞാൻ നല്ലയാളാണ്, ഐ എം ഓക്കെ എന്ന് ചിന്തിക്കുന്നവരോട് പറയുക, നോ, ഓൾദോ യു ഡോണ്ട് എക്സ്പ്ലിസിറ്റ്ലി ഡു ദാറ്റ്, when you are outside of Christ, although you don't do those things, നീ അത് ചെയ്യുന്നില്ലെങ്കിലും നിൻ്റെ ബീയിങ്ങിൽ യു ആർ ഓൾസോ ഡൂയിങ് ദ സെയിം തിങ്സ്. നിൻ്റെ ആറ്റിറ്റ്യൂഡ് അതാ പോൾ പറയുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് when Paul speaks about the judgment of God in chapter 2, in chapter 2 and verse 1, he states there is an inconsistency when people judge. Human judgment is always faulty.
അതിൻ്റെ കാരണം എന്താ? We are so quick to judge others, but when it comes to our own sin, we justify. We don't use the even scales, even standard for judging our sins and somebody else's sins. നമ്മുടെ പാപത്തെക്കുറിച്ചും വേറൊരാളുടെ പാപത്തെക്കുറിച്ചും നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് സമാന്തരമാകുന്ന തുലാസിലല്ല. നമ്മുടേത് ജഡ്ജ് ചെയ്യുമ്പോൾ അതിനൊത്തിരി ലീനിയൻ്റായിട്ടാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. എന്നാൽ വേറൊരുത്തൻ്റെ പാപത്തെ ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഹാർഷാണ്. അതും ഹ്യൂമൻ ടെൻഡൻസിയാണ്. ആ ഹ്യൂമൻ ജഡ്ജ്മെൻറ്റ് അതുകൊണ്ട് ഫോൾട്ടിയാണ് എന്ന് പോൾ പറഞ്ഞു. പിന്നീട് then in verses 2 to 16 Paul speaks about God's judgment, and we have seen number 1, God's judgment is according to the truth. ദൈവത്തിൻ്റെ വിധി സത്യാനുസരണമാണ്. no miscarriage of justice. അനീതി ഒട്ടുമില്ല. In verse 3 we have seen God's judgment is inescapable. ദൈവത്തിൻ്റെ ന്യായവിധി തെറ്റിയൊഴിയാവതല്ല. In verses 4 and 5 we have seen last week that God's judgment is cumulative. അതായത് കോപം കൂട്ടിവെക്കുകയാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചു. In verses 6 to 10 we have seen the judgment of God is based on man's actions. That is the evidence presented in God's court. When the judgment seat is set, when the judge is there, God will judge everybody clearly based on their actions and send them to hell. That's what Paul says. Okay. അത് കോപം അത് കൂട്ടിവെക്കുന്നു, ചരതിച്ചു വെക്കുന്നു. 4-5 വാക്യങ്ങളിൽ, 6 മുതലുള്ള വാക്യങ്ങളിൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ പ്രവർത്തികൾക്കനുസരിച്ച് ദൈവം ന്യായം വിധിക്കും. And today we are going to look at verses 11 to 15. ഇന്ന് നമ്മൾ തുടർന്ന് ചിന്തിക്കാൻ പോകുന്നത് അതിൻ്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗത്ത് പ്രധാനമായിട്ടുള്ളത് having established how God is going to judge according to the truth, according to the actions and so on and so forth. തുടർന്നുള്ള വാക്യങ്ങളിൽ പോൾ പറയുന്നത് God's judgment will be impartial. അതായത് ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷം ഇല്ല. In chapter 2 and verse 2 we have seen God's judgment is according to the truth. In other words, God will judge every person in the final judgment day according to the light they had received. That's what Paul is going to tell us in verses 11 to 16. ദൈവം ഒരു വ്യക്തിയെ അവസാന ദിവസം ന്യായം വിധിക്കുന്നത് അവർക്കെത്ര വെളിച്ചം കിട്ടിയോ ആ വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് ന്യായവിധിയെക്കുറിച്ചാണ് പോൾ പറയുന്നത്. ഓക്കെ, വി ആർ ടോക്കിംഗ് അബൌട്ട് judgment of God. Okay, so in other words, when God judges, even the person, that is a question, how is God going to judge a person who has never heard the gospel?
Paul says, God will judge a person only according to the light he received, not beyond that. And he goes on to explain how he is going to do that. തുടർന്നുള്ള വാക്യങ്ങളിൽ പൗലോസ് അതാ പറയുന്നത്, ദൈവം ഒരു വ്യക്തിയെ ജഡ്ജ് ചെയ്യാൻ പോകുന്നത് ആ വ്യക്തിക്ക് കിട്ടിയ വെളിച്ചത്തിൻ്റെ എന്ന് പറഞ്ഞാൽ, ദൈവം ഒരിക്കലും ആരെയും അന്യായമായി വിധിക്കുകയില്ല. അതല്ലേ, ദ ജഡ്ജ് ഓഫ് ഓൾ ദ എർത്ത് വിൽ നോട്ട് ഡു എനി ഇൻജസ്റ്റിസ്. That is exactly what we read when Abraham was interceding on behalf of his nephew Lot. That was the point, that was the ground on which Abraham was pleading for his nephew. Lord, the judge of all the earth will not condemn a righteous person along with an unrighteous person, because you are judge, you are righteous. ദൈവം ഒരിക്കലും അവിടുത്തെ നീതിക്ക് വെളിയിൽ എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ കണ്ടു, സോ ദാറ്റ് അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ നമ്മൾ വായിച്ചു. സോ ദാറ്റ് മെൻ ആർ വിത്തൗട്ട് എക്സ്ക്യൂസ്. ആർക്കും പ്രതിവാദം ഉണ്ടാകുകയില്ല. നോ വൺ, നോബഡി. അങ്ങനെയാണ് ദൈവം ജഡ്ജ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ വൈ God will not hold anyone responsible for what they never possessed, because Paul had already told us in chapter 1 and verse 19 that what may be known of God is plain to all people, because God has shown it to them through what he has made. 1:19 ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് ദൈവം വെളിവാക്കിയല്ലോ. അപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവർക്കും ഒരു ദൈവം എന്ന ബോധമുണ്ട്. ദൈവം, ആ ദൈവത്തോട് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ള ഒരു ചിന്ത എല്ലാ മനുഷ്യരിലുമുണ്ട്, സകല മനുഷ്യരിലുമുണ്ട്. അതില്ലാത്ത ഒരു മനുഷ്യൻ പോലും അത് ഈ ഒരു കാര്യം നമ്മൾ ഈ നരവംശ ശാസ്ത്രം പഠിക്കുന്നവരോട് ചോദിച്ചാൽ അവർ പറയും, എവ്രി ഹ്യൂമൻ ബീയിങ്, ഈവൻ ദ കാനിബൽസ് ഔട്ട് ദർ in a remote island, even those people have some kind of knowledge of somebody up there who is going to judge. How come that? അതായത് യാതൊരു സിവിലൈസേഷനുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ഏറ്റവും റിമോട്ടായിട്ടുള്ള ദ്വീപുകളിൽ താമസിക്കുന്ന നരഭോജികൾ പോലും ജഡ്ജ് ചെയ്യുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള ഒരു ബോധമുണ്ട്. എങ്ങനെയാണ്? നമ്പർ 1, ത്രൂ എക്സ്റ്റേണൽ വോയിസ് ഓഫ് ക്രിയേഷൻ, സൃഷ്ടിയുടെ പുറമേ ഉള്ളതാകുന്ന ആ ഒരു ശബ്ദത്തിലൂടെ. ആൻഡ് സെക്കൻഡ്ലി, ആൻഡ് ദ ഇന്റേണൽ voice of their conscience. In other words, God has made himself known in some sense to everyone. അതായത് ഒന്നുകിൽ സൃഷ്ടിയിലൂടെ ഉള്ള വെളിപ്പാടിൽ, അല്ലെങ്കിൽ മനസാക്ഷിയിൽ കൂടെ ദൈവം ഒരു തരത്തിൽ അല്ലെങ്കിൽ
മറ്റൊരു തരത്തിൽ എല്ലാവർക്കും തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇല്ലേ? നമുക്ക് ആ 11 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. വായിച്ചോളൂ. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. ന്യായപ്രമാണമില്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അവരുടെ മനസ്സാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. Look at that. So verse 16 is the concluding part of that preceding verses. മുകളിൽ പറഞ്ഞതാകുന്ന വാക്യങ്ങളുടെ കൺക്ലൂഷനാണ് 16-ാമത്തെ വാക്യം. നമുക്ക് അവിടേക്ക് കടന്നു വരാം. എന്നാൽ ഇവിടെ in verse 12 Paul puts Jews and Gentiles into the same category of sin and death. Paul is summing up their life of sin from the perspective of the last day. ഇവിടെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ 12-ാമത്തെ വാക്യത്തിൽ യഹൂദന്മാരെയും ജാതികളെയും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ഒരേ കാറ്റഗറി, ഒരു വിഭാഗത്തിൽ കൊണ്ടുവരികയാണ്. എന്നിട്ട് താൻ പറയുകയാണ്, ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവർ ഒക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. സോ ഇൻ verse 12, for all, why in verse 11 it says God's judgment or God shows no partiality. Then verse 12, for all who have sinned without the law, meaning the law of Moses, the Old Testament, they will sin without the law, will also perish without the law. And so those people are Gentiles. അവർക്ക് ന്യായപ്രമാണമില്ലാത്തത്. ന്യായപ്രമാണമില്ലാത്ത the people, the Gentiles who do not possess God's law, the law of Moses, the Old Testament, they will perish without the law. But there is another category, Jews. They will be judged, and all who have sinned under the law will be judged by the law. So ന്യായപ്രമാണം ഇല്ലാതെയുള്ളവർ അങ്ങനെ നശിച്ചു പോകുന്നു. എന്നാൽ ന്യായപ്രമാണം കിട്ടിയിട്ടും അതനുസരിക്കാതിരിക്കുന്നവരെ ആ ന്യായപ്രമാണം വെച്ചിട്ട് ദൈവം എന്ത് ചെയ്യും? വിധിക്കും. അതൊരു ടെറിബിൾ തിങ്ങാണ് സത്യത്തിൽ. കാരണം all of our life we either preach or listen to God's word, and on that final day, if somebody hears that terrible verse, that terrible words, I have never known you, how terrible it will be. അല്ലേ? ജീവിതം മുഴുവൻ സുവിശേഷം കേട്ടു, വേദപുസ്തകത്തിൻ്റെ എക്സ്പോസിഷൻ കേട്ടു, പക്ഷെങ്കിൽ ആ ലാസ്റ്റ് ഡേ ഞാൻ ഇതിനെ അത് പ്രസംഗിച്ചവരും കേട്ടവരും അങ്ങനെയുള്ളവരുണ്ട്. ആ കാറ്റഗറിയിൽ പ്രസംഗിച്ചവരുമുണ്ട്, കേട്ടവരുമുണ്ട്. ഇറ്റ് ഈസ് പോസിബിൾ ടു പ്രീച്ച്. ഇറ്റ് ഈസ് പോസിബിൾ ടു പ്രീച്ച്. വില്യം ടെമ്പിൾട്ടൺ എന്നൊരാളെ കേട്ടിട്ടുണ്ടോ? എൻ്റെ ഓർമ്മിച്ച് ടെമ്പിൾട്ടൺ ആ ലാസ്റ്റ് നെയിം, വില്യം ടെമ്പിൾട്ടൺ. കേട്ട് കാണാൻ വഴിയില്ല. പക്ഷെങ്കിൽ ബില്ലി ഗ്രഹാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. ബില്ലി ഗ്രഹാമിൻ്റെ
കോവർക്കറും ഒരർത്ഥത്തിൽ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു മെൻറ്ററുമായിരുന്നു വില്യം ടെമ്പിൾട്ടൺ. ടെമ്പിൾട്ടൺ എന്നാ ലാസ്റ്റ് പേര്. വില്യം ആണോ എന്ന് എനിക്ക് അല്പം ഒരു സംശയമുണ്ട്. ഞാനത് വായിച്ചത് ബില്ലി ഗ്രഹാമിൻ്റെ ഇൻ വൺ ഓഫ് ഹിസ് ബയോഗ്രഫീസ് ഐ റെഡ് അബൌട്ട് ദിസ് മാൻ. And he went to Canada, and on his deathbed, he became an agnostic. He said, if there is a God, I don't know. Maybe there will be a God, I don't know. But this man, under his preaching, the people who suffered cancer, this is a verified thing, not a hearsay. ഇന്ന് ഈ ഐ ഹോപ്പിലും ഒക്കെ കേൾക്കുന്ന പോലുള്ള ഹിയർസേ അല്ല, വെരിഫൈഡാ. അണ്ടർ ദ preaching and prayer of this man, terminally ill cancer patients got healed. He was such a powerful. നിങ്ങളത് സെർച്ച് ചെയ്ത് നോക്ക്, ഗൂഗിൾ സെർച്ച് നോക്ക്. യെസ്, താങ്ക് യു. എനിവേ, അതാ ഞാൻ പറയാം. ടെമ്പിൾട്ടൺ എന്നുള്ള ആ ലാസ്റ്റ് നെയിമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നേ. അപ്പം ആ മനുഷ്യൻ്റെ, താങ്ക് യു, ആ മനുഷ്യൻ്റെ ആ പ്രീച്ചിങ്ങിൽ ഇതെല്ലാം സംഭവിച്ചു. ഫൈനൽ ഡെത്ത് ബെഡിൽ കിടക്കുമ്പം, he was dying in a hospital bed in Canada. He went to Canada then. Press people went to his hospital room to grill him. You know for what? To grill him, to confess, to implicate Billy Graham in any of evil or unclean activities. They grilled him. They wanted something, some sensational news about Billy Graham, and therefore, since this man was so much, he was so close with Billy Graham, and he knew everything about Billy Graham, the press people went and questioned him for some kind of sensational news to implicate Billy Graham in some immoral things. And this man said, you write anything, but I will guarantee you cannot find any such evil practices in the life of Dr. Billy Graham. ടെമ്പിൾട്ടൺ പറഞ്ഞതാ. ഒരു അഗ്നോസ്റ്റിക് ആയിട്ട് അയാൾ മരിച്ചു. So, just think about that. I always, when I read that biography, this is not, I don't know if it is there in Just As I Am, that famous autobiography. I'm not sure, but I read some other biography of Billy Graham. I don't remember the title. See, just think about that. So, ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവർ ന്യായപ്രമാണം ഇല്ലാതെ ജഡ്ജ്മെൻറ്റിൻ്റെ കീഴിൽ വരും. Paul says. Because God is impartial. That is the point. God's judgment will be impartial. Why? God will not hold anyone responsible for what he did not hold. He will hold everyone responsible for what he held. We are not talking about salvation. We are speaking about judgment. Okay. So, this is how God is going to judge Gentiles or
Jews. Now, why that God will judge the Jewish people according to the law? Paul says in verse 13, "For it is not those who hear the law who are righteous in God's sight, but it is those who obey the law who will be declared righteous." എന്തുകൊണ്ടെന്നാൽ മലയാളത്തിൽ അതില്ല, ഫോർ ഇല്ല, പക്ഷേ ബാക്കി എല്ലാ എന്താണെന്ന് എനിക്കറിയത്തില്ല. മലയാളം വേദോസത്തിൽ എന്തോ ഒരു ട്രാൻസ്ലേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൊച്ചു വേർഡ് ഫോർ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം ആ അർത്ഥം മനസ്സിലാകാൻ ഭയങ്കര എളുപ്പമാണ് ആ ചെറിയ വേർഡ് ഉണ്ടെങ്കിൽ. പക്ഷേ എങ്ങനെ അത് മലയാളം ട്രാൻസ്ലേറ്റേഴ്സ് അത് ഒമിറ്റ് ചെയ്തതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. കാരണം ഞാനത് ചെക്ക് ചെയ്തു, ഡബിൾ ചെക്ക് ചെയ്തു, ഒറിജിനലിൽ അതുണ്ടോയെന്ന്. ഉണ്ട്, ഒറിജിനൽ ഭാഷയിൽ അതുണ്ട്. പിന്നെ എന്തുകൊണ്ട് അത് നഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല. എനിവേ, അതവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ 13-ാം വാക്യം, ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതി. Now, this is a theoretical or hypothetical statement, of course, since no human being has ever fully obeyed the law. ഇവിടെ ഈ വാക്യം, 13-ാമത്തെ വാക്യം, അതൊരു ഐഡിയൽ സിറ്റുവേഷനെ കുറിച്ചാണ് പോൾ പറയുന്നത്. കാരണം ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ. But this is only, hypothetical in relation to God's judgment, because by God's law no one will be justified. That's what we read in 3:20. Can you read that? 3:20. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ശ്രദ്ധിക്കണം, ഇത് ന്യായപ്രമാണത്താൽ എന്തോ വരുന്നുള്ളൂ, പാപത്തിൻ്റെ പരിജ്ഞാനം. ഇതിപ്പം നമ്മൾ ആ രക്ഷയെക്കുറിച്ച് അല്പ കാര്യങ്ങൾ ഞാൻ പറയട്ടെ, അത് വായിച്ചതുകൊണ്ട്. 13-ാം വാക്യത്തിൽ പോൾ പറയുക, അതിൻ്റെ കാരണം ന്യായപ്രമാണം കേൾക്കുന്നവരല്ല നീതിമാന്മാർ, ന്യായപ്രമാണം അനുസരിക്കുക. അതൊരു ഐഡിയലായിട്ടുള്ള സിറ്റുവേഷനാണ്. കാരണം ന്യായപ്രമാണം ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? നീതീകരിക്കപ്പെടും. If somebody does obey God's law, he will be justified. That is the principle. But the problem is nobody who will be justified, because nobody can fulfill the law's demand. Okay, look at how Paul explains that. പോൾ അത് വിവരിക്കുന്നു, ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതി. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈവൻ നോവ, എബ്രഹാം, മോസസ്, all the saints of the Old Testament, Bible says it was not by the works of righteousness they were justified in chapter 4, but by God's grace alone. അപ്പോൾ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലും നമ്മളതിന് ചിന്തിക്കരുത് അവർ പശുവിനെ കൊണ്ട് യാഗം കഴിച്ചുകൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നല്ല. ആ പ്രവൃത്തിയാൽ, അതുകൊണ്ടല്ലേ, ദാറ്റ് ഈസ് വൈ ഡേവിഡ് when he sinned, when that sense of his sinfulness, he was so much under the weight of his sin, he cried out. എന്താ? അന്തരംഗത്തിൽ എന്നെ സത്യം ഗ്രഹിപ്പിക്കണമേ. deep inside me, because ദൈവമേ, നിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സാണല്ലോ ദൈവമേ. കാളകളെ അർപ്പിച്ചാൽ എൻ്റെ പാപത്തിന് പരിഹാരം വരുമായിരുന്നെങ്കിൽ ആയിരക്കണക്കിന് കാളകളെ താൻ അർപ്പിച്ചേനെ, അല്ലേ? അർപ്പിക്കുമായിരുന്നു.
if David would have been justified by offering up tens and thousands of bulls or cows or whatever, he would have done it because he had all the means to do that. But he said, Lord, you are not pleased with that. And that is precisely the reason why in chapter 4, Paul says, it even David or Abraham, they were justified not because of the works of righteousness, because nobody, absolutely no one will be justified by the works of righteousness, but by grace alone. So, ഇത് അപ്പം ന്യായപ്രമാണത്തിൻ്റെ ഫങ്ഷൻ എന്താ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ന്യായപ്രമാണത്തെ, there is a great function for God's law. What is the function? Why it is intended? If God knew all along, of course he knew all along, even before the law was given, nobody is able to fulfill the righteousness of God's law. He knew it. Then why did he give the law? The basic reason, we should all, whether be he an Old Testament person or a New Testament person, he would run to God, throwing up his hands into the air. Lord, we cannot. Only you can save us. ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ഞങ്ങൾക്ക് രക്ഷിപ്പാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിങ്കലേക്ക് അവർ വരുവാൻ വേണ്ടിയിട്ടാണ് എന്ത് നൽകിയെന്നറിയാമോ? ലോ കൊടുത്തത്. That is the function of the law. That is why in Galatians chapter 3 Paul says, law became a school teacher who led us to Christ. In other words, law is like a 5th generation scanning machine which tells you exactly what's your problem, but it cannot heal you. But that machine, without words, tell you something. Go to a doctor. He can heal you. That is the function of the law. അതായത് ന്യായപ്രമാണത്തിൻ്റെ ആ ഫങ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് രോഗിയായിരിക്കുമ്പോൾ ഒരു നല്ല സ്കാനിങ് മെഷീൻ അത് നമ്മളോട് പറയും, നമ്മുടെ ഫോൾട്ട് എന്താണെന്ന് പറയും. പക്ഷെങ്കിൽ വാക്കും ഭാഷണവും ഇല്ലാതെ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിന്നെ ഹീല് ചെയ്യണമെങ്കിൽ നീ ഒരു ഡോക്ടറിൻ്റെ അടുത്തോട്ട് പോകണം. അതാണ് ലോയുടെ ഫങ്ഷൻ. അതാ ലോയുടെ ഫങ്ഷൻ. ലോ എന്നോട് പറയുകയാണ്, നിൻ്റെ പ്രശ്നം ഇതാ, നീ കൊള്ളത്തില്ല, നിന്നെ ദൈവം ശിക്ഷിക്കുകയുള്ളൂ. അപ്പം ഞാൻ മനസ്സിലാകും, പിന്നെ എന്താ എനിക്കൊരു വഴി? അപ്പം ലോ പറയും, സാരമില്ല, അതാ യേശു പറഞ്ഞത്, ന്യായപ്രമാണം പ്രവാചകന്മാരും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. ഈ യഹൂദന്മാരുടെ പ്രശ്നം എന്തായിരുന്നു? അവരുടെ പ്രശ്നം, അതായത് ന്യായശാസ്ത്രിമാരുടെയൊക്കെ പ്രശ്നം യോഹന്നാൻ്റെ സുവിശേഷത്തിലുണ്ട്. നിങ്ങൾ തിരുവെഴുത്തുകളെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വായിക്കുക, പക്ഷേ ജീവൻ കിട്ടാൻ വേണ്ടി എൻ്റെ അടുക്ക വരാൻ നിങ്ങൾക്ക് മനസ്സില്ല. എന്നിട്ട് നിങ്ങൾ വായിക്കുന്ന ന്യായപ്രമാണം എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുക, ഞാനിവിടെ വന്ന് നിൽക്കുക, പക്ഷേ നിങ്ങൾക്ക് എൻ്റെ അടുക്ക വരാൻ മനസ്സില്ല. നോക്കിയേ, ഇതാണ് വീണ്ടും ജനനം എന്നൊക്കെ പറയുമ്പം പ്രിയപ്പെട്ടവരെ, നമ്മൾ കേവലം എന്തെങ്കിലും ഒരു ഈ ആൾക്കാരുടെ എല്ലാം ചിന്ത, പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, എഴുന്നേറ്റ് എന്ന് പറ. നോ, ടെൽ ഹിം യു ആർ അണ്ടർ ഗോഡ്സ് റാത്ത്. കുഞ്ഞുങ്ങളെ അതാ നമ്മുടെ സൺഡേ സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കേണ്ടത്. നമ്മളെല്ലാം ക്രിസ്തുവിനെ കൂടാതെ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ കീഴിലാണ്.
ക്രിസ്തുവിന് മാത്രമേ നമ്മെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. ക്രിസ്തുവിൻ്റെ ക്രൂശിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അതുകൊണ്ട് കം ടു ദ ലോർഡ്, ലീഡ് ദം ടു ക്രൈസ്റ്റ്, നോട്ട് ടു എ സെറ്റ് ഓഫ് ക്രീഡ്. ഒരു കുറേ പഠിപ്പിക്കലുകൾ അല്ല, പഠിപ്പിക്കല ഇമ്പോർട്ടൻ്റാ, ഉപദേശരൂപം. പക്ഷേ ആ ഉപദേശരൂപം എന്തിലേക്കാണ് നമ്മളെ നയിക്കേണ്ടത്? ക്രിസ്തുവിലേക്ക്, ഒരു പേഴ്സണിലേക്കാണ് നയിക്കേണ്ടത്, സേവിയറിലേക്കാണ് കൊണ്ടുവരേണ്ടത്, അല്ലേ? അവിടെയാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇത് പോൾ പറയുകയാണ്, ഇത് ന്യായപ്രമാണം. സി, വാട്ട് റിയലി മാറ്റേഴ്സ് is not possession of the law but obedience to the law. If you obey, you will live. Okay. എന്നിട്ട് താൻ പറയുന്നൊരു കാര്യം in verse 14, ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. എന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ട് ഇവർക്കൊരു ന്യായപ്രമാണമില്ല ജാതികൾക്ക്. See, Gentile people do not possess a law, but when they do the requirements of law instinctively, by nature, they do many things that are law's requirement. When they do, it is proved, although they do not possess a law book, they have God's law written in a way inside. അവരുടെ ഉള്ളിൽ ന്യായപ്രമാണം എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് അവരുടെ പ്രവൃത്തി കൊണ്ട് അവരെന്ത് ചെയ്യുന്നു? തെളിയിക്കുന്നു. ഇതൊരു this is not a universal claim Paul makes because every Gentile is perfect. No, that's not. But there are some. He's saying that some Gentiles sometimes do some of what the law requires. സോ ചില ജാതികളായിട്ടുള്ളവർ, ദൈവത്തിൻ്റെ ന്യായപ്രമാണമില്ലാത്തവർ, ദൈവത്തിൻ്റെ ഉപദേശമില്ലാത്തവർ, ഒരു മീറ്റിങ്ങിനും പോയിട്ടില്ലാത്തവർ, ഒരു സതുപദേശവും കേട്ടിട്ടില്ലാത്തവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഡിമാൻഡ് ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ ചിലത് കാണാം. ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് ആൻ ഒബ്സർവബിൾ ഫാക്ട്സ്. ദിസ് ഹാസ് ബീൻ റെക്കോർഡഡ് ബൈ ആന്ത്രോപോളജിസ്റ്റ് ഹു സ്റ്റഡീസ് different kind of people in different variable demographic setup. They observe that. അതായത് എല്ലാ ജാതികളും വഞ്ചകരല്ല, അവർ കള്ളന്മാരല്ല, അല്ലെങ്കിൽ വ്യഭിചാരികളല്ല, കൊലപാതകികളല്ല. See, not all human beings are crooks, thieves, adulterers and murderers. No. On the other hand, some of them honor their parents just as God's law requires. പെന്തക്കോസ്തുകാരെക്കാളും അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്ന ന്യായപ്രമാണമില്ലാത്ത ജാതികളുണ്ട്, ഇല്ലേ? മോശ കൊടുത്ത പ്രമാണമല്ലേ, ഓണർ യുവർ പേരൻസ്, അല്ലേ? ഓണർ യുവർ പേരൻസ്. There are Gentiles out there who do this, and there are Gentiles out there who are so loyal to their spouses. How come that? And there are Gentiles out there who love their spouses. How come that? See, this is what Paul says. When the Gentiles do by nature what the law requires, that proves there is some kind of knowledge. Although they do not possess a law, അവർക്ക് മോശയുടെ ന്യായപ്രമാണം ഇല്ലെങ്കിൽ പോലും ഈ നല്ല ഗുണങ്ങൾ, they are honest people. Some people are very honest. They never tell, as far as
we can see they don't swear, they don't use a bad word. There are good people out there. And in fact, the last 6 commandments of God, the 10 commandments, the last 6 commandments, there are people who really follow that, although they don't know. And why this is? എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിരിക്കുന്നത്? അതിൻ്റെ 14-ാം വാക്യം പോൾ പറയുകയാണ്, ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണം ആകുന്നു. എന്നിട്ട് 15-ാമത്തെ വാക്യത്തിൽ അവരുടെ മനസാക്ഷി കൂടെ, in verse 15, they show that the work of the law is written on their hearts, while their conscience also bears witness, and their conflicting thoughts accuse or even excuse them. So this is what is happening, Paul says. Unknown to us, this is happening. And therefore, when God judges every human being, it will be impartial judgment. Okay, I'll close. In verse 16, can somebody read verse 16? ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. So Paul has said, that God's judgment of people is always with fairness. It is according to the light received, for God's impartiality does not exclude his taking this into account. അങ്ങനെ അപ്പോൾ ദൈവം ആളുകളെ ന്യായമായിട്ടാണ് വിധിക്കുന്നത്. അത് ലഭിച്ച വെളിച്ചത്തിനനുസരിച്ചാണ്. കാരണം ദൈവം വളരെ മുഖപക്ഷമില്ലാതെ ആ നിലയിലാണ് മനുഷ്യനെ വിധിക്കുന്നത്. Whether people had great light or not, all are still under condemnation and need to be saved. നമുക്ക് വലിയ വെളിച്ചമുണ്ടായിരുന്നോ, ന്യായപ്രമാണം കിട്ടിയോ ഇല്ലയോ, ഇതൊന്നും വിഷയമല്ല. എല്ലാവരും ദൈവത്തിൻ്റെ ശിക്ഷാവിധിയുടെ കീഴിലാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സാൽവേഷൻ എല്ലാവർക്കും ആവശ്യമാണ്. ഇതാ പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്. And in verse 16 he concludes. In verse 16 again, this will take place. What? The judgment of God. The judgment of God will take place on that day. Number 1, God's judgment will include the hidden areas of lives. That's what Paul says. God will judge men's secrets. അല്ലേ? ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ ന്യായം വിധിക്കും. The Bible tells us very clearly that God and only God knows our hearts. 1 Samuel 16:7, Psalm number 139:1. Okay, ആ 2 വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. യഹോവ ശമൂവേലിനോട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. It is God. യഹോവ ഹൃദയങ്ങളെ നോക്കുന്നു. 139:1 ഫോളോവിങ് നമുക്കറിയാം. എൻ്റെ കിടപ്പും ഇരിപ്പും നീ അറിയാതെ ഒരു വാക്കെൻ്റെ വായിൽ ഇല്ല. You know everything. And there are many other verses. And chapter 4 verse 12 of Hebrews, that God's word is sharper than any two-edged sword. ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയ പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും. സോ ലുക്ക് അറ്റ് ദാറ്റ്. എന്നിട്ട് പറയുക, സകലവും അവൻ്റെ, എവ്രിതിങ് ഈസ് ലെയ്ഡ് ഇൻ വേഴ്സ് 13 ഓഫ് ചാപ്റ്റർ Hebrews 4:12 and 13. He says the word of God is sharper than
ദ ടു ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും അത് പറഞ്ഞേച്ച് 13-ാം വാക്യത്തിലേക്ക് പറഞ്ഞേക്കാണ്. 13-ാം വാക്യം, വേഴ്സ് 13. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. Yeah, look at that. So on the judgment day, God's judgment will be impartial because there will be no miscarriage of justice. There is no possibility of miscarriage of justice, because God not only judges the deeds of people, he also judges the motive behind the deeds. ദൈവം പ്രവർത്തികളെ മാത്രമല്ല വിധിക്കുന്നത്, പിന്നെ എന്തിനെ കൂടെ വിധിക്കുമെന്നറിയാമോ? പ്രവർത്തിക്ക് പിന്നിലുള്ള ലക്ഷ്യം. How many of you have heard about അന്നമ്മമാമൻ? അന്നമ്മമാമനെ കുറിച്ച് ഓക്കെ. ഒടുവിൽ അവിടെ വിശാഖപട്ടണത്ത് വളരെ പ്രയാസകരമായ അനുഭവത്തിൽ ആ കർത്താവിൻ്റെ ദാസി മരിച്ചത് നമുക്കറിയാം. പക്ഷെ മരിക്കുന്നതിന് മുൻപ് അന്ന് ഇത് ഞാനിത് ഉദ്ധരിക്കുന്ന ഡോക്ടർ പോൾസൺ, അദ്ദേഹം അന്ന് അവിടെ ടീച്ചറായിട്ട് ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ഈ അമ്മച്ചിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വേറൊരാൾ അവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ വീരകൃത്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനത് ചെയ്തു, ഇത് ചെയ്തു, അവിടെ മിനിസ്ട്രി ഉണ്ട്, ഇവിടെ മിനിസ്ട്രി ഉണ്ട്, പിന്നെ ഇവിടെ അനാഥാലയമുണ്ട്, ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഒടുവിൽ ആ കർത്താവിൻ്റെ ദാസി പറഞ്ഞു, മോനെ കൊള്ളാം, നല്ല കാര്യമാണ്, പക്ഷേ അതിൽ കർത്താവ് ഒരു കാര്യം ചോദിക്കും. മോൻ എന്തൊക്കെ ചെയ്തെന്ന് മാത്രമല്ല ചോദിക്കുന്നത്, മോൻ എന്തിനാ ഇത് ചെയ്തതെന്നും ചോദിക്കുമെന്ന് പറഞ്ഞു. മനസ്സിലായോ? നോട്ട് ഓൺലി വാട്ട് യു ഡിഡ്, why you did. That is scary, അല്ലേ? മനുഷ്യൻ്റെ മുമ്പാകെ we can do many things. I always ask myself, why do I preach? Why do I teach? What is my motive? അതുകൊണ്ട് ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, മനുഷ്യനെന്ന നിലയിൽ ഒത്തിരി തെറ്റായ താല്പര്യങ്ങൾ വരും അതിനകത്ത്. സോ ക്ലെൻസ് മീ ഓഫ് ഇറ്റ്. നമ്മളെല്ലാവരും അത് പ്രാർത്ഥിക്കണം. വൈ ഡു വി ഡു വാട്ട് വി ഡു? പോൾ സേസ് ദർ വിൽ കം എ ഡേ വെൻ ഓൾ നമ്മളെനിക്ക് മനുഷ്യ വേറെ ആരും കാണാതെ ചെയ്ത പ്രവർത്തികളാ ദൈവം അങ്ങ് എക്സ്പോസ് ഒന്നുമല്ല. വെൻ ഗോഡ് ഫോർഗിവ്സ്, He forgets. Don't worry about that. If God forgives, if a person is truly repentant of his sin, God forgives. Not only he forgives, he forgets. But when God judges, it is not only the deeds, but the motive. What is the driving force behind an action, a so-called spiritual action? അതുകൊണ്ടാണ് പോൾ പറയുന്നത്. ദാറ്റ് ഈസ് വൈ പോൾ വെൻ സ്പീക്കിംഗ് അബൌട്ട് ദ ജഡ്ജ്മെൻറ്റ് സീറ്റ് ഓഫ് ഗാഡ്, ക്യാൻ യു റീഡ് ദാറ്റ് ഫോർ മീ? Quick. We will finish in a moment. 2 Corinthians 5:10. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. That word, I have made a word study on that. Good or bad. നല്ലത്, തീയത്. അപ്പോൾ ഞാൻ ഓർത്തിരുന്നത് നല്ലത്, ഓക്കെ, നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. When you speak about good, we always think of good deeds. But the particular word used for bad, തീയതിന് പറഞ്ഞേക്കുന്ന വേർഡ് ഫാലോസ് എന്ന വാക്കാണ്. ആ വാക്കിൻ്റെ അർത്ഥം മോറലി ഈവിളെന്നല്ല,
You know, the word in Greek, phallos, that word doesn't mean that which is morally evil. Rather, a deed which do not have weight in eternity. അതതിൻ്റെ അർത്ഥം. അതായത് തീയതെന്ന് പറയുന്ന നമ്മൾ ചിന്തിക്കും തീയത് ബാഡ് ചെയ്ത് കള്ളു കുടിക്കുന്ന അല്ലേ വഴക്കുണ്ടാക്കുന്ന ബാഡ്. ആ ബാഡ് അല്ലിത്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയത. എന്താണ് ആ തീയത്? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് കള്ളം പറഞ്ഞു അല്ലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു, ഓക്കെ, അത് ഓഫ് കോഴ്സ് ബാഡാണ്. പക്ഷേ അതായിരുന്നു പോൾ. ഇഫ് പോൾ വാണ്ടഡ് ടു കൺവേ ദാറ്റ് മീനിങ്, ഹീ കുഡ് ഹാവ് യൂസ്ഡ് അനദർ വേർഡ്. ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്ലി, ഇറ്റ് ഈസ് porneia or something. That is the root word, porneia or something. That is the apt word for the morally evil deeds. But Paul doesn't use that. He rather uses phallos. Phallos means it doesn't mean that which is morally bad, rather that which doesn't have weight in eternity. So when God judges us, നമ്മൾ ചെയ്തതെല്ലാം ദൈവം ന്യായം വിധിക്കുമ്പോൾ നല്ലതാകിലും തീയതാകിലും എന്ന് പറയുമ്പോൾ, തീയതെന്ന് പറയുമ്പോൾ ഏറ്റവും തെറ്റായതെന്നല്ല അർത്ഥം. അതിൻ്റെ അർത്ഥം നിത്യതയിൽ വിലയില്ലാത്തത്. അതുകൊണ്ടാണ് പോൾ പറയുന്നൊരു കാര്യമുണ്ട്. വി ഷുഡ് ഓൾവേസ് മെഡിറ്റേറ്റ് അപ്പോൺ ചാപ്റ്റർ 13 ഓഫ് 1 Corinthians. അഗാപ്പെ. I will show you a more excellent way. Even if you offer your body as a sacrifice, you do all such things, if it is not driven by agape love, it's nothing. So this is how God is going to judge, says Paul. ഇങ്ങനെയാണ് ദൈവം ന്യായം വിധിക്കാൻ പോകുന്നത് മനുഷ്യൻ്റെ രഹസ്യങ്ങളെ. 2, യേശുക്രിസ്തുവിനെയാണ് ജഡ്ജാക്കിയേക്കുന്നത്. ദ സെക്കൻഡ് തിങ് ദാറ്റ് വി മസ്റ്റ് നോട്ടീസ്, ഇറ്റ് ഈസ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. ദാറ്റ് ഈസ് ഇൻ എ വേ ഈസ് കംഫർട്ടിംഗ് ടു മീ, കംഫർട്ടിംഗ് ടു ഓൾ ഓഫ് us, because our Savior is our judge. Our Savior is our judge. അവിടെയാണ് എനിക്കും നിങ്ങൾക്കും പ്രതീക്ഷയുള്ളത്. നമ്മളെ രക്ഷിപ്പാൻ തക്കവണ്ണം കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന നമ്മുടെ കർത്താവ് തന്നെയാണ് ജഡ്ജ് ചെയ്യാൻ പോകുന്നത്, അല്ലേ? അവിടെയാണ് എൻ്റെ പ്രതീക്ഷയിരിക്കുന്നത്. നിങ്ങളുടെയും പ്രതീക്ഷ അവിടെയാണ്. കാരണം യേശുക്രിസ്തു മുഖാന്തരം ജഡ്ജ്മെൻറ്റ് നടക്കാൻ പോകുന്നത്. ആൻഡ് തേർഡ്ലി, പോൾ സേസ് അക്കോർഡിംഗ് ടു മൈ ഗോസ്പൽ. സോ when Paul says, number 1, judgment, all secrets. Secondly, through Jesus Christ. And thirdly, gospel. What does he mean? He means simply this: a gospel that doesn't mention about the wrath and judgment of God is no gospel at all. That is the meaning. മനസ്സിലാവുന്നുണ്ടോ? Gospel is not a good news for our felt needs. Your family life will be okay. Your job will be okay. Your sickness will go away. Paul says, no. My gospel, it is not simply a solution for our felt needs. Rather, it is the good news. Why? Because only this gospel will save you from the wrath. ഈ സുവിശേഷം മാത്രമേ വരാൻ പോകുന്ന കോപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നുള്ളൂ. ദിസ് ഈസ് നോട്ട് എ ന്യൂസ് ഫോർ അവർ ഫെൽറ്റ് നീഡ്സ്. അതല്ല ഗോസ്പൽ. ആ ഗോസ്പലാണ് സേവ് ചെയ്യുന്ന ഗോസ്പൽ. ഫെൽറ്റ് നീഡ്സിനെ കുറിച്ച് പറയുന്ന ഗോസ്പലിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഫെൽറ്റ് നീഡ്സിനെ കുറിച്ച് പറയുന്ന ഗോസ്പലിൻ്റെ പ്രശ്നം, ഇപ്പം നാട്ടിലൊക്കെ എല്ലാ ആഴ്ചയും സഭായോഗത്തിന്
കരയുന്ന കുഞ്ഞെ, പ്രാർത്ഥിക്കുന്ന കുഞ്ഞെ, നിൻ്റെ കണ്ണുനീര് ഞാൻ കണ്ടു. ഞാൻ ഇന്ന് മുഴുവനെ ഞാൻ ബന്ധിക്കുകയാണ്. അടുത്ത ആഴ്ച വന്ന് ഇത് തന്നെ പറയും. ഞാൻ പല പ്രാവശ്യവും ചിന്തിക്കും, എൻ്റെ കർത്താവെ, കഴിഞ്ഞ ആഴ്ച ബന്ധിച്ചാണല്ലോ, ആരാണ് ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് അഴിച്ചു വിട്ടത്? സത്യമായിട്ട് ഞാൻ ചിന്തിക്കുന്ന എല്ലാ ആഴ്ചയും അവിടെ പോയിരിക്കുമ്പോൾ, നോ, ദാറ്റ് ഈസ് നോട്ട് ഗോസ്പൽ. അങ്ങനെയാണോ? ഒറ്റ വാക്യം വായിച്ചു നിർത്തി, ഫിനിഷ്. 1 തെസ്സലോനിക്കർ 1 തെസ്സലോനിയൻ 1:10. ചില ഭാഷാന്തരങ്ങളിൽ 10ാമത്തെ വാക്യം ഇല്ല മലയാളത്തിൽ, എങ്കിലും ഉണ്ട് അല്ലേ? വായിച്ചോ. ദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു. ഏതീന്നാ കർത്താവ് നമ്മെ വിടുവിക്കുന്നേ? വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. പോള് പറഞ്ഞ ഗോസ്പൽ എന്താ? ഇന്നത്തെ ഗോസ്പലാണോ? അല്ല, ട്രൂ ഗോസ്പൽ. ഇന്ന് മറ്റൊരു സുവിശേഷം, മറ്റൊരു യേശു, മറ്റൊരാത്മാവ്, അതൊക്കെയായിരുന്നു. എന്നാൽ പോള് പറഞ്ഞ അതല്ല, അപ്പോസ്തലന്മാർ പ്രസംഗിച്ച അതല്ല. ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷപ്പെടുവീൻ, അതല്ലേ പറഞ്ഞേ? പ്രിയപ്പെട്ടവരെ, വിത്ത് പ്രയർ, വിത്ത് മച്ച് പ്രയർ, ലെറ്റ് us do that work. God will save. ദൈവം രക്ഷിക്കുമെന്നേ, നമ്മളല്ലല്ലോ രക്ഷിക്കുന്നത്, കർത്താവല്ലേ രക്ഷിക്കുന്നത്. Let us rededicate ourselves again for the gospel. God bless you.